എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജനുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ace of Pentacles, Page of Wands, Queen of Wands, Wheel of Fortune, Nine of Wands and Nine of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. മാനസികമായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ, ആലോചനകൾ അലട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻ സിറ്റുവേഷൻസുമായിട്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പുതിയ തുടക്കത്തിൻ്റെ ഒരു സമയമാണ്, സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതായത് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ മാറ്റങ്ങൾ, പ്രമോഷനോ ശമ്പള വർധനോ ഇത്യാദി കാര്യങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവ്, എക്സ്ട്രീംലി പോസിറ്റീവായിട്ടുള്ള ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നേട്ടങ്ങളെക്കാൾ കൂടുതൽ ഒന്നുകിൽ നിങ്ങൾ എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, മറ്റ് തലങ്ങളിൽ നിന്ന് സമ്പത്ത് വരാനാണ് സാധ്യത കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒന്നുകിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി കൂടാതെ നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും സൈഡായിട്ട്. അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് വരുമാനം വരാനോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതോ അതുവഴി ചില FD ഇട്ടതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെച്യൂർ ആവുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളാണ്. പുതിയ തലത്തിലുള്ള നേട്ടങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സംബന്ധിച്ച കാര്യമല്ല എങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും പുതിയ ജോലി ലഭിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകുന്നത്, പക്ഷെ നിങ്ങളുടെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലിയിൽ നിന്നല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സമാധാനവും സ്വസ്ഥയും സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. പൊതുവെ വലിയ ചിലവുകളൊന്നും ഇല്ലാത്തൊരു മാസമായതുകൊണ്ട് തന്നെ നഷ്ടങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് വരവാണ് കാണിക്കുന്നത്, ചിലവ് വളരെ കുറവായിട്ട് കാണിക്കുന്നത് കൊണ്ടും അതൊരു ഫിനാൻഷ്യലി വളരെ ഒരു തൃപ്തിയും സന്തോഷവും തരുന്ന ഒരു മാസമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പേജ് ഓഫ് വാൻഡ്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം നല്ല രീതിയിൽ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. പക്ഷേ എന്നിരുന്നാലും മാനസിക ഇമോഷണലി മെൻ്റലി കുറച്ച് പല ചിന്തകൾ മനസ്സിലേക്ക് കയറിക്കൂടുന്നത്. അതായത് പ്രായത്തിൻ്റേതായിട്ടുള്ള സിറ്റുവേഷൻസ് ആവും. ഒരു പ്രായത്തിലേക്ക് ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലഘട്ടം, ഇപ്പോൾ ബാല്യം, കൗമാരം, യൗവനം, ആ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകളിലുള്ള മാറ്റങ്ങൾ, ഹോർമോണൽ ചേഞ്ചസോ മറ്റു തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ പല രീതിയിലും നിങ്ങളെ എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ ഇമോഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ചില ആളുകൾ പറയുകയാണെങ്കിൽ ഇമോഷണൽ റിസ്ക് എടുക്കുന്ന സമയം എന്ന് പറയാം. അതായത് ഇപ്പോൾ പ്രണയമോ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രണയത്തിൽ അകപ്പെട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിനധികം ഈ പറയുന്ന ഇമോഷൻ്റെ പെട്ടുപോയിട്ട് പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് കൊടുക്കാതെ അതിൻ്റെ പുറകെ പോകുന്നത്, അതായത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ പോയി വിവാഹം കഴിക്കുകയും മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്ന സാഹചര്യം, അതുപോലത്തെ സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന സമയമാണ്. പ്രാക്ടിക്കൽ സൈഡ് നോക്കുന്നേ ഇല്ലാത്ത ഒരു ഇമോഷണലി റിസ്ക് എടുക്കുന്ന ഒരു സമയം എന്ന് പറയാം. അതേപോലെ തന്നെ അതായത് ആ ഒരു പ്രത്യേക കാര്യത്തിൽ താല്പര്യം തോന്നിയിട്ട് അതിനു വേണ്ടി മാത്രം ഗീവ് ഇറ്റ് എന്താ പറയുക ഗീവ് ഇറ്റ് യുവർ ഓൾ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെച്ചുവറായിട്ട് പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെയൊക്കെ തോന്നലുകൾ വരാം. അത് ഭാവിയിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ,
നെക്സ്റ്റ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പം പേരും പ്രശസ്തിയും എടുക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. അപ്പോൾ പേരും പ്രശസ്തി എടുക്കാൻ സാധ്യതയുള്ള ഒരു മാസം എന്ന് പറയുമ്പോഴും മറ്റ് കാര്യങ്ങളെ, അതായത് ഏത് തരത്തിലുള്ള പേരും പ്രശസ്തിയാണ് എന്നുള്ളത് കൂടിയുണ്ട്. 4 പേരാൽ അറിയപ്പെടുന്നു, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചർച്ച ചെയ്യുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിറ്റുവേഷൻ, ഒളിച്ചോട്ടം അതുപോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിക് ഇതിൽ വരാൻ ചാൻസ്, ഇപ്പോൾ നിങ്ങൾ കുറച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകാതെ മറ്റുള്ളവർ ചർച്ച ചെയ്യുന്ന യൂട്യൂബിലും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം, നെഗറ്റീവ് രീതിയിലാണെങ്കിൽ. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാതെ ശ്രദ്ധിച്ചാൽ മതി. പോസിറ്റീവായിട്ടുള്ള രീതിയിലും ആകാം അത്. അതായത് ഫെയിം എന്ന് പറയുന്നത് നല്ല രീതിയിലോ ചീത്ത രീതിയിലോ ആവാം. അപ്പോൾ നല്ല രീതിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ അതിന് സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കലാപരമായിട്ട് സ്പോർട്സ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കഴിവുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ പറ്റിയൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊന്ന്, ലൈഫ് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാനും നേടാനും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, ഓൾറെഡി മിമിക്രിയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേജ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഒത്തിരി ഓർഡേഴ്സ്, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി പുതിയ ഓർഡേഴ്സ് കാര്യങ്ങളും പുതിയ ക്ലയൻസ്, പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള ചാൻസാണ് കൂടുതൽ കാണിക്കുന്നത്. പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് സ്വത്ത് വകകളൊക്കെ കിട്ടുന്നുണ്ട്. വിൽപത്രമൊക്കെ എഴുതി വെക്കുന്ന സമയം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ഫാമിലീസിൽ വിൽപത്ര കാര്യങ്ങളൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു സഹായ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തോ ഒരു റിപ്പോർട്ട് കാര്യം വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിദേശത്തേക്കുള്ള സെറ്റിൽ ചെയ്യാനുള്ള കാര്യമായിരിക്കും, വിസ കാര്യങ്ങൾ, വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാകുന്നതാവാം സൂചന നൽകുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തത് അപ്രൂവ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതേപോലെ പലരെ സംബന്ധിച്ച് പല കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്തതോ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തു, അപ്രൂവ് ആയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 9 ഓഫ് ഫോൺസ് എനർജിയാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ച് വീട്ടിൽ കൂടുതൽ സമയം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ പൊതുവിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്നു, നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്കാണെന്നുള്ളൊരു പരാതി, പരിഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു കുടുംബത്തിൽ മറ്റുള്ളവരുമായിട്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വലിയ പരാതി കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തുന്നു. നിങ്ങൾക്ക് പറ്റുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാൻ ഒക്കെയുള്ള സൗഹൃദങ്ങളോ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി, അങ്ങനത്തെ സൊസൈറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഈ ആളുകൾ, അതായത് അടുത്ത് ചോദിച്ച് നിങ്ങളുടെ സമയം, അതായത് നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കൂ എന്ന് ചോദിച്ച് യാചിക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതിന് എന്തൊക്കെ ചെയ്യണമോ അതിനൊക്കെ സമയം കണ്ടെത്തുന്ന സിറ്റുവേഷനാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 9 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ മക്കളെ കൊണ്ടിട്ട് ചെറിയ പ്രശ്നം, അതായത് മക്കളിൽ അവരുടെ ജീവിതത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ചില തീരുമാനങ്ങൾ ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടേതാണ്, അവരത് തീരുമാനിച്ചെടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഓവർ തിങ്കിങ് കൊണ്ടിട്ട് പ്രയോജനമൊന്നും, അതായത് പല കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ് എങ്കിൽ അത് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മളെ കൊണ്ട് പറ്റുക. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്നത്. പിന്നെ ബാക്കി മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ ഓൾറെഡി ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇനി അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എങ്ങനെ ഒരു പരിധി വരെ നമ്മൾ ചിന്തിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരാമെന്ന് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഓവർ ടെൻഷൻ, സ്ട്രെസ്സ് ഒക്കെ ആയിട്ട് ഉറക്കം കളഞ്ഞ് ജീവിതം കളഞ്ഞിരിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.